ഗൈസ്, മുത്ത് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഒപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ഇടുക. ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമാൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ അത്ഭുതകരമായ ഒരു വീഡിയോ ആണ്, അതും വനത്തിനുള്ളിൽ. കമാൺ. ഈ വീഡിയോ എന്താണെന്നറിയാൻ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, നമ്മൾ താമസിക്കുന്ന ഹൈവേ റോഡിലെല്ലാം വനത്തിനുള്ളിലാണ്. അതുകൊണ്ട് അത്ഭുതകരമായ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാം. വർണ്ണ കാഴ്ചകൾ. അതിനകത്ത് എന്താണ് വർണ്ണ കാഴ്ച നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? നമുക്കൊന്ന് കാണാം, പോയി നോക്കാം അല്ലേ? വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോന്നേക്കൂ. ഉച്ചയാവാൻ പോകുന്നത് കൊണ്ട് തന്നെ അല്പം വെയിലുണ്ട്. മൊത്തക്കാലയല്ല, അതുകൊണ്ട് ചെറുതായിട്ടുള്ള വെയിലുകൾ തട്ടുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രസകരമായ ഒരു വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കമോൺ. ഇതിനകത്തൂടെയും പോവാം, അതിലേയും പോവാം. മനസ്സിനകത്തില്ല, ആനയിലും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെയായിരുന്നാലും ഇതുവഴി തന്നെ അങ്ങ് പോകാം. കാട്ടുകരിയപ്പല എനിക്കാ ഒന്ന് കാണിച്ചു കൊടുത്താണ്. ഇതാണ് കാട്ടുകരിയപ്പല. ഇത് തോരൻ വെച്ച് കഴിക്കാനൊക്കെ നല്ലതാണ്. നീരായി കിടക്കുന്ന ആളുകൾക്കൊക്കെ നീര് കുറയാനും നല്ല ഔഷധ സസ്യമാണ് ഈ കാട്ടുകരിയപ്പല. ഓക്കെ, വനത്തിനുള്ള കാട്ടുമുളക് കാണിച്ചു. ഇതാണ് വനത്തിനുള്ളിലുള്ള കാട്ടുമുളക്. പണ്ടൊക്കെ എല്ലാ ആദിവാസി ഊരുകളിലും ഉണ്ടായിരിക്കുന്ന സാധനമാണ് കാട്ടുമുളക്. ഇത് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിരസകരമായ കുന്നുമലയും ഇതുപോലുള്ള പുറ്റുകളിൽ പണ്ട് കാലങ്ങളിൽ ശരിക്ക് കുമ്മളുണ്ടാവും. അന്നൊന്നും ആൾക്കാരെല്ലാവരും കയറി നടക്കാറില്ല. ഇന്ന് ആന മുതൽ മനുഷ്യർ വരെ ചവിട്ടി നടക്കുന്നതുകൊണ്ട് ഇതിലൊന്നും കുമ്മളുണ്ടാവില്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കണം. നശിപ്പിച്ചല്ല, പുറം കെട്ടി. ഒന്ന് വലിച്ചു കീറി നോക്കട്ടെ. പിന്നെ അല്ല, ഒരു വെറും കിട്ടി. തിരിച്ചു വരുമ്പോഴത്തേക്ക് എടുക്കാം. വനത്തിനുള്ളിലെ അത്ഭുതകരമായ വിദ്യ കാണണമെങ്കിൽ കടന്നു വരൂ. കല്ലിൽ കൊള്ളാതെ വരണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പണ്ട് കാലങ്ങളിൽ വനത്തിനുള്ളിൽ ഇത്തരമായ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആദിവാസികൾ പൈസ ഉണ്ടാക്കിയ കാലമായിരുന്നു. അവരുടെ ഒരു നേരത്തെ ആഹാരം കഴിഞ്ഞു പോയതും ഇത്തരത്തിലുള്ള ഓരോ സാധനങ്ങൾ വനത്തിനുള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അതെന്താണെന്നറിയാൻ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. നോക്കി ഇറങ്ങി വരണേ, അത് തൊടലും മീനുണ്ട്. കാട്ടുമുളക് കണ്ട എവിടെയോ ശരിക്കുണ്ട് കേട്ടോ. ഇത് വേറൊരു ജാതിയാണ്. ആദ്യം കണ്ട ജാതിയല്ല ഇത് വേറെയാണ്. അത് ആദ്യം കണ്ട ജാതിയാണെങ്കിൽ നമ്മളെ നാട്ടിലെ മുളകിൻ്റെ ഇല പോലത്തെ ഇലയല്ലേ അവിടെ ഇരുന്നത്. ഇത് അങ്ങനത്തെ അല്ല, ഇത് നീളമേറിയ ഇലയാണ്. കണ്ട, കട്ടി കുറഞ്ഞതും നീളമേറിയതുമാണ്. ഇതിന് നല്ല നീളമുള്ള താരാണ്. അതിൽ നല്ല മുളകും കായ്ക്കും, കാട്ടുമുളക്. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം കണ്ട കുരുമുളക്. കാട്ടിലെ കുരുമുളക് ഇതാണ് ആദ്യം കണ്ടത്. പക്ഷേ ഇതിന് നാര് നീളം കുറവായിരിക്കും, കായും അത്രയ്ക്കേ ഉള്ളായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ കാണിച്ച ആ കുരുമുളകിന് താര് നീളം കൂടുതലായിരിക്കാം. അതാണ് കട്ടി കുറഞ്ഞ നല്ല ഇല. കണ്ടല്ലോ, അതും കാട്ടുമുളകാണ്.
നെല്ല് നെല്ല് നോക്കി ഇറങ്ങി വരണേ. കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സാധനം എന്താണെന്നുള്ളത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഭയങ്കര മുള്ളാണ്, അതുകൊണ്ട് ഇതിൻ്റെ മൂട്ടിപ്പോകാനും ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, കാണിച്ചു തരാം. എൻ്റെ മൂട് എവിടെയെന്ന് നല്ലപോലെ കാണണ്ടേ. നമുക്ക് അതിലേന്ന് ഇറങ്ങിയാലോ? അത് കണ്ടോ, ഇവിടെ ഇറങ്ങാം. അപ്പോൾ ഇവിടെ തൊട്ട് കാണാം. അങ്ങൊക്കെ ശരിക്കുണ്ട്, അതൊന്നും പോയി കാണാൻ പറ്റൂല, കാരണം മുള്ളായതുകൊണ്ട് അതിനിടയിലൊന്നും കയറാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ ഈ മുള്ള് കണ്ട്. ഇതെന്താണെന്ന് ഇപ്പോൾ തന്നെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് കാണിച്ചു കൊടുത്താണ്. ഇത് അതിൻ്റെ വള്ളിയാണ്, ചെറിയതായിട്ടുള്ള. ഇതെന്താണെന്നറിയാൻ വള്ളി ചൂരലാണ്. കണ്ടല്ല, ഇതിൻ്റെ വലുത് കാണിച്ചു തരാം. ഇതാണ് സാധനം. കാണിക്കാൻ പറ്റുക തന്നെടാ. ഓക്കെ, ഞാൻ പിടിച്ച് കാണിച്ചു തരാമേ. കാരണം അതിൽ മുള്ളുള്ളതുകൊണ്ട് അതെൻ്റെ ദേഹത്ത് കൊള്ളും. വെട്ടി കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ നമുക്കൊന്ന് വെട്ടി കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇതാണ് സാധനം. ഇതാണ് ചൂരൽ, കാട്ടിലെ ചൂരൽ. കാട്ടുചൂരൽ കാണിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. കണ്ടല്ലോ, ഇതാണ് കാട്ടുചൂരൽ. ഇത് നമുക്ക് കോഴിക്കൂട് ഉണ്ടാക്കാനും വീടിൻ്റെ പണിക്കുമൊക്കെ എടുക്കാം. ഫർണിച്ചർ സാധനങ്ങൾക്കൊക്കെ ആൾക്കാർ എടുക്കുന്നതാണ്. ഇത് കസേര ഉണ്ടാക്കാനൊന്നും ഈ ചൂരൽ കസേര ഉണ്ടാക്കുന്നത് ഈ ചൂരലിലാണ്. ഇതിൻ്റെ ഈ വലിയ കഷ്ണം എടുത്ത് രണ്ട് സൈഡിലും വെച്ച് താഴെ വരെ കൊണ്ടുവരുന്നത് ഇതാണ്. കട്ടിലിൻ്റെ കാലുൾപ്പെടെ കൊണ്ടുവരുന്ന ഇതാണ്. ബാക്കി വരിയുന്നതായി ഇങ്ങനത്തത്. ഇതിലൊന്നും കയറി പിടിക്കാൻ പറ്റൂല. പൊന്നളിയാ, ആള് ചൂടനാണ്. കണ്ടായിരിക്കണം മൊട്ട് കണക്ക്. മുള്ളാണ്, മുള്ളു പിടിക്കാൻ പറ്റത്തില്ല. ഇതാണ് വരിയുന്നത് കസേര. കട്ടിൽ, ചൂരൽ കട്ടിൽ, ചൂരൽ കസേര, അങ്ങനെയുള്ളതൊക്കെ വരിയുന്നത് ഇതാണ് അതിൻ്റെ വലിയ സാധനമായി വയ്ക്കുന്നത്. പക്ഷേ ഇത് കോഴിക്കൂടൊക്കെ അടിക്കാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ പെയിൻ്റ് അടിച്ച് വയ്ക്കുക, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പെയിൻ്റ് അടിച്ച് വയ്ക്കുക. ഇതിനൊക്കെ നല്ല ഇതാണ്. അതുപോലെ വീടിൻ്റെ പണ്ടത്തെ കാലങ്ങളിൽ വീടിൻ്റെ മോട് വരിയാനും ഈ ചൂരൽ ഉപയോഗിച്ചിരുന്നു. ഇത് കാണിച്ചു കൊടുക്കുക, കാണാൻ പറ്റും. ഈ ചൂരൽ ഉപയോഗിച്ചിരുന്നു. നല്ല സൂപ്പർ സാധനമാണ്. ഇത് ചൂരലാണ്. ഇതൊരു വലിയ ചൂട തന്നെയുണ്ട്. ഇത് വള്ളി ചൂരലാണ് കേട്ടോ. നല്ല രീതിയിൽ ഓർക്കുക പറയുന്നത്. ഇത് വള്ളി ചൂരലാണ്, ഉറപ്പായും ഇത് വള്ളി ചൂരലാണ്. അതിന് നിൽക്കുന്നുണ്ട് കണ്ട. കാരണം ഭയങ്കരമായ മുള്ളും പൊക്കവും ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് കയറി കാണിക്കാൻ പറ്റുന്നില്ല. കാണുന്നുണ്ടോ? അത് വീഡിയോയിൽ കാണുന്നുണ്ടോ? അതിന് കായാണ്, അതിൻ്റെ കായാണത് കണ്ട. ബാക്കി വേറെ കായുണ്ട് ഉണങ്ങി നിൽക്കുന്നത്. ഈ ചൂരൽ മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുത്തേ. ഉറപ്പായും ഇത് വള്ളി ചൂരലാണ്. അതുകൊണ്ടാണ് ഇത്രയും പൊക്കത്തിന് വള്ളിയായി കണ്ട അങ്ങ് വരെ പോരുണ്ട്. ഇത് ഏതറ്റം വരെ വേണമെങ്കിലും ഒരു വള്ളി, ഒരു ചൂരൽ കൈ വള്ളി കണക്ക് ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അതുകൊണ്ട് ഇതിനെ വള്ളി ചൂരലെന്നാണ് പറയണത്. അല്പം കൂടെ ചൂരൽ കാണിച്ചു തരാം. അത് പോയി എത്താൻ പാടാണ്, എങ്കിലും സൈഡിലൂടെ ഒന്ന് പോയി നോക്കാം നമുക്ക്. ഓക്കെ, നന്നായിട്ട് കാണിച്ചോ. ക്യാമറ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് അവിടോട്ട് ഇറങ്ങി. അല്ല, ഇവിടെ നിന്ന് കാട്ടിയാൽ മതിയല്ല. കാണിച്ചാൽ പോരെ. മുകളിലാരോ എന്ത് വെട്ടാൻ നിൽക്കുന്നു. അവിടെ നിന്ന് കാണിച്ചാൽ പറ്റും. കാണാൻ തന്നെ കണ്ട. അപ്പോൾ ഇവിടെ ആരോ ചൂരൽ വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. വലിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഇതുപോലത്തെ വള്ളി ചൂരലാണ്. അതുകൊണ്ട് ശരിക്കുണ്ട് ഇവിടെ ഈ വനത്തിനകത്ത് അതേ ഉള്ളൂ. ശരിക്കുണ്ട്. നല്ല കൂടുകളൊക്കെ ഉണ്ടാക്കാനും പിന്നെ എന്തോന്ന് ആശാന്മാർ കളരിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഈ ചൂരലാണ് കേട്ടോ, വള്ളി ചൂരൽ. ഇത് അധികം വളരാതെ ഈ ഒരു കൈയുടെ ഇത്ര വലുപ്പത്തിനുള്ളതാണ് എടുക്കുന്നത്. ഇത്ര വലുപ്പത്തിനും ഏകദേശം ഇത്ര നീളത്തിനൊക്കെ ഉള്ള ഒരെണ്ണം എടുക്കും. ഈ കനത്തിനാവുമ്പോൾ തന്നെ ഈ വള്ളി ചൂരൽ ആശാന്മാർ കളരി ഉപയോഗത്തിനായിട്ട് എടുക്കുന്നതാണ്. ഇതാണ് ആ ചൂരൽ, വള്ളി ചൂരലാണ്. ഇത് വള്ളി ചൂരലാണ്. അത് എടുത്തു പറയാം. കസേരയൊക്കെ ഉണ്ടാക്കുന്നതാണെന്നുള്ളത് എടുത്തു പറയാം. പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് വള്ളിച്ചൂരൽ. നല്ല കസേരയൊക്കെ ഉണ്ടാക്കാനുള്ള നല്ല വള്ളിച്ചൂരലുകൾ ഇപ്പോഴും ഉണ്ട്. വള്ളിച്ചൂരലിലെ കസേരകൾ ഇപ്പോഴും ഇല്ലേ? എല്ലായിടത്തും ഒക്കെ ഉണ്ടല്ലോ. കൂടുകളുണ്ട്. ആൾക്കാർ ആട്ടുതൊട്ടിലായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഈ വള്ളിച്ചൂരലാണ്. ഓക്കെ, അങ്ങോട്ടൊക്കെ ഉണ്ട്. അങ്ങ് നിറച്ചത് തന്നെയാണ്. പക്ഷെ ഭയങ്കരമായ മുള്ളായതുകൊണ്ട് അങ്ങോട്ട് പോകാനായി ഒക്കത്തില്ല. ഇത് വാങ്ങിക്കുന്നത് കിട്ടുന്നതാണ്. ഇതാണ്
കുറ്റടി വയണ. കുറ്റടി വയണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പല്ല് വേദന വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരെടുത്ത് ഇത്ര നീളത്തിന് ചതച്ച് പല്ലിൻ്റെ പോട്ടിലേക്ക് കയറ്റി വയ്ക്കും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പല്ല് വേദന ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാധനമാണ് ഇത് കുറ്റടി വയണ. കുറ്റണിയല്ല, കുറ്റടി വയണ. അതുപോലെ കാട്ടുകരിവേപ്പില വീണ്ടും ഇവിടെ നിൽക്കുന്നുണ്ട്. നീരിനൊക്കെ നല്ല സാധനമാണ്, ഇത് ഉപയോഗിക്കണം. ഞങ്ങൾ തോരൻ വെച്ചൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് ഞാൻ തോരൻ വെച്ച് ഉറപ്പായും കാണിക്കും ഈ ഇല. അല്ല, ഇങ്ങനത്തെ ഇലയാണ് എടുക്കുന്നത്. പിന്നെ വലുതായിട്ട് നീളത്തിന് ഈ കാട്ടുകരിവേപ്പില വളർന്ന് കിടക്കും, അത് മുറ്റിയ ഇലയൊക്കെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഇലയാണ് എടുക്കേണ്ടത്. മുറ്റിയതായാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് അതും എടുക്കാം, ഉപയോഗിക്കാം. ഓക്കെ. വണ്ടി കിടക്കണം വലുത് എന്നിട്ട് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇറങ്ങാം അല്ലേ? അപ്പം നമുക്ക് ഇറങ്ങാം വൈകി സൈഡിൽ. കണ്ട അവിടെ വന്നിരിക്കുന്നതല്ല, ഓൺ ചെയ്തോ. അത് കണ്ട ഈ ഇത്രയും നീളത്തിന് ഇങ്ങ് വരെ പോയിട്ടുണ്ട് വള്ളിച്ചൂരൽ. കണ്ടല്ല, ഇത്രയും നീളത്തിന് ഇങ്ങ് വരെ പോയിട്ടുണ്ട് വള്ളിച്ചൂരൽ. ഈ ഒരു ചെറിയ വള്ളി ഉണ്ടല്ലോ, ഈ ചെറിയ വള്ളി ഉണ്ടല്ലോ, ഈ ഇത്രയും ചെറിയ വള്ളിയാണ് ഈ വള്ളിച്ചൂരലാണ് നമ്മൾ ചൂരിലാമി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അരി വടിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ ചൂരിലാമി, അതുണ്ടാക്കുന്നത് ഇത്രയും ചെറിയ വള്ളിയിലാണ്. ഇതിൻ്റെ ഈ മുള്ളെടുത്ത് കളഞ്ഞിട്ടാണ് ചൂരിലാമി ഉണ്ടാക്കുന്നത്. ഇതെടുത്ത് കളഞ്ഞിട്ട് അത് ഉണങ്ങി വരുമ്പോഴത്തേക്കാണ് ആ ചൂരലിൻ്റെ കളറും വ്യത്യാസം വരുന്നത്. ഇതിലാണ് വള്ളിച്ചൂരൽ. ഇതാണ് വള്ളിച്ചൂരൽ. ഈ വള്ളിച്ചൂരൽ ഇത്രയും കനമുള്ള ചെറുതിൽ നിന്നാണ് നമ്മൾ ചൂരലാമി ഉണ്ടാക്കുന്നത്. ഇത്രയുള്ളതിലാണ് നമ്മൾ ഈ കസേര വരിയുന്നത്. ഈ കനമുള്ളതിൽ കസേര വരിയും, അതേ കനമുള്ളതിൽ കസേരയുടെ കാലും മുകൾ ഭാഗവും ഇരിക്കുന്ന ഭാഗവും നമ്മൾ വയ്ക്കും. ഓക്കെ. ഇതാണ് ചൂരലിൻ്റെ ഇത് കണ്ടല്ല, വള്ളിച്ചൂരലിൻ്റെ കായാണിത്. പക്ഷേ ഇതൊന്നും ഇല്ലതായി, നാശമായ കായാണ് കേട്ടോ. അതപ്പോൾ തന്നെ പറിച്ചപ്പോൾ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇത് നമ്മുടെ മറ്റേ എന്തെന്ന് പറഞ്ഞാൽ ധ്രുവത്തിൻ്റെ മാല പോലെ എന്തെന്നൊക്കെ പറയുമല്ലോ അല്ലേ, പിന്നെ അങ്ങനത്തെ സാധനം പോലെയൊക്കെ നിൽക്കണല്ലേ. പക്ഷെ സംഭവം ചൂരലിൻ്റെ കായാണ്. ഇതിൻ്റെ പച്ചക്കായ ഇപ്പം ഞങ്ങൾ എങ്ങനെ നോക്കിയിട്ടും കിട്ടാനില്ല കേട്ടോ. നന്നായിട്ട് ഈ ചൂരൽ അരിച്ച് പെറുക്കിയിട്ടും പച്ചക്ക കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇല്ലാതായ കാണിച്ചു തരേണ്ട വരുന്നത്. കണ്ട തൂങ്ങി കിടക്കണം, കണ്ടില്ലേ നിങ്ങൾ? ഇത് നോക്കി, ഇതാണ് ചൂരലിയൻ്റെ കണ്ടല്ല. പിന്നെ സെറ്റപ്പ് ചൂരൽ കാണിച്ചു തരാമേ. കുനിഞ്ഞു പോട്ടെ, കമച്ചു പോട്ടെ, കുനിഞ്ഞു പോകാം. കൂടുകൾ കെട്ടാനൊക്കെ സൂപ്പർ കളിയ ഇതാണ്. ഒന്ന് മച്ചാന്മാരെ സൂപ്പർ സാധനമാണ് ഇത്. കണ്ട കിടക്കുന്നു, അതുപോലെ കിടക്കുന്നു. ക്യാമറമാൻ നോക്കി വായേ, ചൂരലാണേ, കറക്കി വിടല്ലേ, മുള്ളു ശരിക്കും കിടക്കുകയാണ്. ഇത് കണ്ടോ, ഈ ചൂരൽ ഒന്ന് മച്ചാന്മാരെ കൂടൊക്കെ കെട്ടാൻ സൂപ്പർ സാധനമാണ്. ഇത് കണ്ടല്ലേ. പിന്നെ ഈ കനമുള്ളത് കിടക്കുന്നത്, ഈ കനമുള്ളതാണ് പെരുമ്പിനെടുക്കുന്നത്. പെരമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ കാലിൽ കൊണ്ട് കേട്ടോ ചൂരൽ പഴുക്ക് വന്നാന്ന് തോന്നുന്നു. പഴുക്കും. ഇത് കണ്ടിട്ട്, ഇതാണ് കളരിക്ക് ആശാന്മാർ ഉപയോഗിക്കുന്നത്. കളരി പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത്ര കനമുള്ള ചൂരലാണ്. ഇതെന്ന് പറഞ്ഞാൽ വളവില്ലാത്ത ആയിരിക്കണം കേട്ടോ. ഈ വളവുള്ളത് എടുത്തിട്ട് കൊണ്ടുവന്ന് കല്ല് പിടിപ്പിച്ച് വയ്ക്കണം. കല്ല് രണ്ട് സൈഡും പിടിച്ച് ഇതിനെ താഴ്ത്തി വയ്ക്കണം. അതിനേക്കാളും നൂന്ന് കിടക്കുന്ന എടുക്കുക. പിന്നെ വള്ളിച്ചൂരലെന്ന് പറയുമ്പോൾ അധികം നൂന്നത് കിട്ടാറില്ല, വള്ളിച്ചൂരലല്ലേ. ഇതാണ് കളരി ആശാന്മാർ കളരി പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതാണ് കനം, ഉറപ്പായി ഇതാണ് കനം. കണ്ടല്ല, ഇതാണ് കനം.
ഇതൊക്കെ ചെറുത്. ഇതൊക്കെ നമുക്ക് എന്തുണ്ടാക്കാം, വില്ലുണ്ടാക്കാനുള്ള ഇതാണ്. ഇതിന്ന് വളച്ച് വെച്ചിട്ട് അമ്പൊക്കെ വെച്ചങ്ങ് അടിച്ചങ്ങ് വിട്ട് കൊടുത്താൽ നിൽക്കുന്ന ചൂരലളിയൻ്റെ കാതിറിക്കും. ഉള്ള കാര്യം പറയാമല്ല, നല്ല സൂപ്പർ സാധനമാണ്. ചൂരലിൻ്റെ തൈ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. കണ്ട ചൂരലിൻ്റെ തൈ കാണാമോ? അത് ഒന്ന് പിടിച്ച് കാണിച്ചു കൊടുക്കാമേ. അതാണ് ചൂരലിൻ്റെ തയ്യേ. ഇത് കണ്ട, അതൊന്ന് തൊട്ട് നോക്കാം. അതിൻ്റെ അളിയൻ്റെ വശം ഇതാ ഇങ്ങനെ സൂചി മൊന പോലെയാണ് ഇരിക്കുന്നത്. ഓരോ മുള്ളും കയറിയത് തന്നെ കേട്ടാ. ആപ്പീസ് പൂട്ടും അവൻ്റെ. കണ്ടല്ല, കാണാൻ പറ്റുമോ നന്നായിട്ട്? ചൂരൽ മുള്ള് കാണാൻ പറ്റുന്നുണ്ട്. ഇത് തയ്യാണ് കേട്ടോ. അതിൽ അങ്ങോട്ട് ആരോ ചൂരൽ വെട്ടുന്നുണ്ട്, പക്ഷെ ആരും മിണ്ടാതെ നിൽക്കുന്നുമുണ്ട് കേട്ടോ. നമ്മൾ വന്ന് സംസാരിക്കുന്നത്, ഇത് എന്താണ് സംസാരിക്കുന്നതെന്നോ വീട് പിടിക്കുന്നതെന്നോ അറിയാൻ പറ്റുന്നില്ല. ആരൊക്കെ വന്നിടന്ന് കട്ടിനകത്തോട് സംസാരിക്കുന്നു. വേണ്ടോ, ഇത് തയ്യാണ് അതിൻ്റെ. ഇവിടെ വന്ന് എടുക്കരുത് കേട്ടോ, ഫോറസ്റ്റ് നിങ്ങൾ ഓട്ടിക്കും. മുന്നിൽ ഇതൊക്കെ കാണിക്കുന്നു, പണ്ട് കാലത്ത് കാണിച്ച കഥകളാണ് ഈ കാണിക്കുന്നത്. ഇവിടെ നിറച്ചതിനെ, പക്ഷെ ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, കാട്ടുപോത്തൊക്കെ ഉള്ളതുകൊണ്ട്. കാട്ടുപോത്ത് എപ്പോഴും കാണുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. അവന്മാർ വരണമെങ്കിൽ മച്ചാന്മാരെ ഞങ്ങൾക്ക് ഓടാൻ ഒരു വണ്ടിയില്ല. ഇതിനകത്ത് ഒരു വണ്ടി ഇറങ്ങും, നടരാജൻ വണ്ടിയല്ല, വേറെ ഒന്നുമില്ല. കൊതുകൊക്കെ ആവശ്യം പോലെയുണ്ട്. പിന്നെ ഇങ്ങോട്ട് പിടി. ഈ വീഡിയോ കാണാത്തവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. ഇത്രയും കാട്ടിത്തന്ന സ്ഥിതിക്ക് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ, സഹോദരിമാരെല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ഇടുക, കമൻ്റ് ഇടുക, ഷെയർ ഇടുക. ഞാൻ പുളു അടിച്ചതാണോ ഉള്ളതാണോ ഇല്ല എന്നൊക്കെയുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ഇടാം. നമുക്ക് കമൻ്റ് അറിയാനും എല്ലാ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനും വളരെ സന്തോഷമാണ്. അതുപോലെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി എത്തുന്ന വരത്തേക്കും ബായ്.